വടകരയിലെ ഇലക്ഷന്റെ കൊട്ടിക്കലാശത്തിന്റെ അന്നോ മറ്റോ പ്രചരിച്ച ഒരു കാഫിർ പ്രയോഗമുള്ള വാട്സപ്പ് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിലിനെ ദീനിയായ മുസ്ലിമായും കെ ശൈലജയെ കാഫിറായും ചിത്രീകരിച്ചുള്ള പോസ്റ്റ്. ഇത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടമാനം അങ്ങ് കറങ്ങി. ഇടതുപക്ഷമാകട്ടെ LDF ആകട്ടെ റഹീമിനെ പോലെയുള്ള നേതാക്കളാകട്ടെ ഇതങ്ങ് കൊട്ടിഘോഷിച്ചു. കോൺഗ്രസിന്റെയും ഷാഫി പറമ്പിലിന്റെയും നെറികെട്ട രാഷ്ട്രീയം എന്ന പേരിൽ കടുത്ത വിമർശനങ്ങളുമായി പൊതുവേദികളിലടക്കം LDF നേതാക്കൾ വന്നു. എന്നാൽ ഇപ്പോൾ ഇതേ LDFന്റെ പോലീസ് തന്നെ സംഭവം അന്വേഷിച്ചു. കാര്യം എന്താണെന്നല്ലേ, കള്ളൻ കപ്പലിൽ തന്നെയാണെന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. കാഫിറിനെ കുറിച്ചും പോളണ്ടിനെ കുറിച്ചും കേരളത്തിലൊന്നും പറയരുത് എന്ന നിയമമൊക്കെ വരുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് RR ടോക്സ് വിചാരിച്ചു. ഇത് തന്നെയാണ് ഇന്ന് RR ടോക്സിന്റെ വിഷയവും. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വടകരയിലെ കാഫിർ വിവാദത്തിൽ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പിലാണെന്ന് പോലീസ് പറയുന്നു. അന്വേഷണത്തോട് സഹകരിക്കാത്തതിനാൽ ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും മാതൃകമ്പനിയായ മെറ്റയെ മൂന്നാം പ്രതിയായി പോലീസ് ചേർത്തിട്ടുണ്ട്. റെഡ് എൻകൗണ്ടേഴ്സ്, റെഡ് ബറ്റാലിയൻ എന്നീ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇവ പ്രചരിപ്പിച്ചവർക്ക് ലഭിച്ചതെന്നും സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ഇപ്പോഴും അന്വേഷിക്കുകയാണെന്നും വടകര SHO N സുനിൽ കുമാർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് പ്രതിയാക്കിയ യൂത്ത് ലീഗ് നേതാവ് PK മുഹമ്മദ് ഖാസിം കോടതിയിൽ ശരിയായ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് പോലീസ് വിവരങ്ങൾ അറിയിച്ചത്. റെഡ് എൻകൗണ്ടേഴ്സ്, റെഡ് ബറ്റാലിയൻ എന്നീ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഫേസ്ബുക്ക് പേജിലേക്ക് വ്യാജ സ്ക്രീൻഷോട്ട് എത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്നാണ് പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ തുടങ്ങിയ ഇടത് ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ വ്യാജ കാഫിർ ഷോട്ട് പ്രചരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് ഖാസിമിനെ പ്രതിയാക്കുകയും ചെയ്തിരുന്നു. അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ എന്ന ഇടത് അനുകൂല ഫേസ്ബുക്ക് പേജിൽ ഇത് എത്തിയത് റെഡ് ബറ്റാലിയൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തി. റെഡ് എൻകൗണ്ടേഴ്സ് എന്ന മറ്റൊരു ഇടത് സൈബർ ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് കിട്ടിയതെന്നാണ് റെഡ് ബറ്റാലിയൻ്റെ ഗ്രൂപ്പിൽ ഇത് പോസ്റ്റ് ചെയ്ത അമൽ എന്നയാൾ മൊഴി നൽകിയിട്ടുള്ളത്. റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിൽ ഇതിട്ടത് റിബേഷ് രാമകൃഷ്ണൻ എന്നയാളാണ്. തനിക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഓർമ്മയില്ലെന്നാണ് റിബേഷ് പോലീസിന് നൽകിയ മൊഴി. എന്തായാലും റിബേഷിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതായി അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ന്യൂസുകൾ. ചുരുക്കത്തിൽ കാഫിർ പരാമർശമുള്ള പോസ്റ്റിന്റെ ഉറവിടം ഇടത് സഖാക്കളുടെ കയ്യിൽ നിന്നാണെന്ന് ഏകദേശം വ്യക്തമായിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഷാഫി പറമ്പിൽ പറഞ്ഞത്, വർഗീയത ഉപയോഗിച്ച് ജയിക്കുന്നതിൽ നല്ലത് തോൽക്കുന്നതാണ്. ഇന്നലെയും ഇന്നും നാളെയും ഇത്തരം കാര്യം ചെയ്യില്ല. ജനങ്ങൾക്കും ഇത് ബോധ്യമുണ്ടായിരുന്നു. CPM പ്രവർത്തകർ തന്നെ ഇതിനെ എതിർക്കണം. പോരാളിമാരുടെ മുഖം തെളിഞ്ഞു വരുന്നതാണ് നല്ലത്. ആരുടെയും ഒറ്റ ബുദ്ധിയിൽ തോന്നിയതായി എനിക്ക് തോന്നുന്നില്ല. പുറത്തു വന്ന പലരും അടിമുടി പാർട്ടിക്കാരാണ്. പാർട്ടി പങ്കുള്ളതിനാലാണ് അന്വേഷണം വൈകുന്നത്. കോടതി ചെവിക്ക് പിടിച്ചതിനാൽ മാത്രമാണ് ഇത്രയെങ്കിലും പുറത്തു വന്നതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇത് പോസ്റ്റ് ചെയ്തവർ മാപ്പ് പറയണമെന്നും ഷാഫി പറഞ്ഞു. എന്തായാലും കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം മലയാളികൾക്കൊക്കെ വ്യക്തമായി. ശരിക്കും നമ്മുടെ കൊച്ചു കേരളത്തിൽ വർഗീയത ഏറ്റവും കൂടുതൽ ആയുധമായി ഉപയോഗിക്കുന്നത് സഖാക്കന്മാരാണോ? RR ടോക്സിൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.